നിങ്ങൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കൂർക്കം വലിക്കുന്ന ഒരാളാണോ? ഇത് അപകടകരമല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നാം, പക്ഷേ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ റെഡ് ഫ്ലാഗ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കൂർക്കം വലി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ക്ഷീണിച്ചുറങ്ങുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ മൂക്കിന് എന്തെങ്കിലും തടസ്സമുള്ള ജലദോഷമുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കൂർക്കം വലിയൊക്കെ നോർമലാണ്. പക്ഷേ ഇത് ഒരുപാട് ലൗഡായിട്ടുള്ളതാണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ കൂർക്കം വലിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം കൂർക്കം വലി നമ്മുടെ ഹൃദയത്തിനെയും അതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ള ഒരാളെയും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലുള്ള ഒരാളെയും ഒക്കെ അതൊരു മോശകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുപോലെ ഇന്ത്യയിൽ 10ൽ ഒരാൾക്ക് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതായത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന അവസ്ഥ. ഇത്തരക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ലക്ഷണമാണ് കൂർക്കം വലി എന്ന് പറയുന്നത്. കൂടുതലും ഒരുപാട് വണ്ണമുള്ള ആളുകളിൽ, കഴുത്തിൽ ഫാറ്റ് കൂടുതലുള്ള ആളുകളിൽ നമ്മൾ ശ്വാസം വലിക്കുന്ന ഈ ഒരു എയർവേയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളുള്ള ആളുകൾ, ഇപ്പം മൂക്കിലെ പോളിപ്പൊക്കെ പോലെ എന്തെങ്കിലും തടസ്സങ്ങളുള്ള ആളുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ കൂർക്കം വലി സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ളത്. പക്ഷേ അത് സ്ലീപ്പ് ആപ്നിയ ആണോ എന്ന് അറിയാൻ നമുക്ക് സ്ലീപ്പ് ആപ്നിയ കിറ്റ് വെച്ച് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ഉറക്കം മോണിറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്ലീപ്പ് ലാബുകളിൽ പോയിട്ടും ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും.